കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നന്നായിരുന്നു. അതെ നല്ല പടം ഒരുപാട് ഡെഫിനറ്റ്ലി വൺ ടൈം വാച്ചാ. നന്ദനം കണ്ടിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടെ ആസ്വദിക്കാം. കൊള്ളാം. എനിക്ക് പക്ഷേ ഫുള്ളി വർക്കായില്ല. ജയ ഹെഡ് പോലെ അത്ര എത്തിയില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ഇത് കണ്ടുകൊണ്ട് നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. ഇത് ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയ മൂവിയാണ്. ഗുരുവായൂർ അമ്പലനടയിലാണോ കണ്ടത്? നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു. പടം കണ്ടിറങ്ങിയത് പടം നല്ല സിനിമയുടെ തിയേറ്ററിൽ ആൾ വരും. അല്ലാതെ യശ്വന്ത് ഓക്കിനെ ബാക്കിയുള്ള കേസോട് ഒതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സിനിമയെ ഉറപ്പായിട്ട് ആൾ വരും. സിനിമ കൊള്ളാം, നല്ല സിനിമ, കോമഡി എല്ലാം ഉണ്ട്, എല്ലാം കൊണ്ടും കൊള്ളാം. കോമഡിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ബേസിലും പൃഥ്വിരാജുമായിട്ടുള്ള ഒരു കോംബോ നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടായിരുന്നോ സിനിമ? നല്ല രസമുള്ള സിനിമയായിരുന്നു. ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടെ? പൃഥ്വിരാജിനെ. കോമഡി ഒക്കെ എങ്ങനെയുണ്ട്? കോമഡി നല്ല രസമുണ്ട്. ചിരിക്കാനുണ്ട് ഒരുപാട്. ചിരിക്കാൻ ഒരുപാടുണ്ട്. നടിമാരൊക്കെ എങ്ങനെയുണ്ട്? അനശ്വര രാജൻ നന്നായിട്ടുണ്ട്. ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുറെ കോമഡി സീൻസ് ഒക്കെ ഉണ്ട്. മോൻ്റെ ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മോനൊക്കെ ഇവിടെ ഇഷ്ടപ്പെട്ടോ? സിനിമ ഇഷ്ടപ്പെട്ടോ? അതെന്ത് നല്ല പടമായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ട ഇതില് ബേസിലിനേഷ് പിന്നെ ഒരു ജനപ്രിയ നായകനായിട്ട്. അതെ, ഒരു എന്റർടൈൻ കോമഡി ആയിരുന്നു. പിന്നെ പൃഥ്വിരാജ് തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആയിരുന്നു. വർക്കൗട്ട് ആയിരുന്നു. ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആയിരുന്നു. ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അതെ, തീർച്ചയായും എന്റർടൈൻമെന്റ് മൂവി ആയിരുന്നു. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ മൂവിയില് പൃഥ്വിരാജ് കൊള്ളാം, അടിപൊളിയായിരുന്നു. കൊള്ളാം, സീരിയസ് ആയിരുന്നു, കൊള്ളായിരുന്നു. ഇസില് കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. ഈ ഗുരുവായൂർ അമ്പലം അതായതാണോ? ആയിരിക്കും, അതിന്റെ വൈബ്സ് വരുന്നുണ്ട് ചെറുതായിട്ട്. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടെന്നെങ്കിലും എടുക്കുന്നുണ്ടോ അങ്ങനെ? അങ്ങനെയുണ്ട് കുറച്ചുകൂടെ. ഞാൻ അധികം മൂവീസ് കാണാത്തതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല എന്റർടൈനിങ്. സെക്കൻഡിൽ ചെറിയ ലാഗിൻ്റെയും നന്നായിട്ടുണ്ടായിരുന്നു. അതെ, നൈസ് കോമഡി ആയിരുന്നു. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഫൈനൽ സീൻ കുറച്ച് ആയിരുന്നു, പക്ഷേ കുഴപ്പമില്ല. വൺ ടൈം കൊള്ളാം. സാധാരണ കോമഡി വഴങ്ങൂല എന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട്. പുള്ളി നല്ല ചെയ്തിട്ടുണ്ട്. ബേസിൽ കൊള്ളാം. ബേസിൽ അടിപൊളി. മൊത്തത്തിൽ സിനിമ എടുക്കാൻ അവർക്ക് അറിയാം. എങ്ങനെ പ്രേക്ഷകരെ പിടിച്ചത് നല്ലപോലെ അവർക്ക് അറിയാം. എന്തായാലും അല്ല, അത് മാത്രമല്ല, സംവിധാനം നല്ല കഴിവുണ്ട്. കാരണം ആൾക്കാരെ പിടിച്ചിരുത്താനും പിന്നെ ആ ഒരു BGM ഒക്കെ ഇട്ട് ഒരു ബോറടിക്കാതെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് പുള്ളിക്കുണ്ട്. ബ്രേക്ക് ഉണ്ട്. അത് എല്ലാവർക്കും പെട്ടെന്ന്, കാരണം ഇത് പഴയ ആൾക്കാർക്കൊന്നും മനസ്സിലാവത്തില്ല. നമുക്ക് പെട്ടെന്ന് കുറച്ചൊക്കെ കത്തും. എന്തായാലും ഫാമിലിക്കെല്ലാം വന്നിട്ട് കാണാൻ നീറ്റ് പടം. എന്തായാലും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ പ്രിയദർശൻ്റെ പടമൊക്കെ കാണുന്ന പോലെ ഒരു ചെറിയൊരു വൈബൊക്കെ ക്ലൈമാക്സിലൊക്കെ ഉണ്ട്. പൃഥ്വിരാജ് ബേസിൽ കോമ്പോ നല്ല രസമായിട്ട് മൊത്തത്തിൽ വർക്കൗട്ടായി. പക്ഷേ ചില കോമഡി നമുക്ക് എപ്പോഴും ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓഫ് ബീറ്റ് പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറച്ച് ഡ്രാഗിങ് ഉണ്ട്. കഥ ഫസ്റ്റ് ഹാഫ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രീതിയിൽ തുടങ്ങി വന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ നമുക്കുണ്ടല്ലോ കഥ എങ്ങോട്ടോ ചെറിയ പോകുമ്പോൾ തോന്നുന്നത് ഡ്രാഗ് ആവുന്നുണ്ട്. ഡ്രാഗല്ല, എങ്ങോട്ടാണ് പോകുന്ന ഒരു ഇതില്ല, അങ്ങോട്ട് മിസ്പ്ലേസ് ആവുന്നുണ്ട് സ്റ്റോറികൾ. പിന്നെ മൊത്തത്തിൽ കാണുമ്പോൾ കൊള്ളാം. ക്ലൈമാക്സ് അനശ്വര കൊള്ളാം, നല്ല പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ളത് പൃഥ്വിരാജിന് മാത്രമാണ്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, ആ ഒരു കോംബോ ആണ് പടത്തിൻ്റെ ബാക്ക് ബോൺ ഇതാണ്. പിന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ കൊള്ളാം. അല്പം ലൗഡാണ് ക്ലൈമാക്സ് എത്തുമ്പോൾ. എല്ലാവരും ഏറ്റെടുക്കുക. പ്രിയദർശൻ കാരണം തിയേറ്ററിൽ മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് അങ്ങനെയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഓഡിയൻസിൻ്റെ ഇതാണ്. ഞാൻ പേഴ്സണലി എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് വർക്കായിട്ടില്ല എന്ന്. ഓഡിയൻസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും വർക്കായിട്ടുണ്ട്. ഫാമിലി ആയിട്ട് കണ്ട് ഒരു ടൈം പാസ് പോപ്കോൺ മൂവി കണ്ട് എൻജോയ് ചെയ്തിട്ട് പോകാന്നുള്ള ആ ഒരു ഗുരുവായൂർ അമ്പലം നടയിൽ നല്ല മൂവിയാണ്. ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ട? എവരിബഡി വാസ് ഗുഡ്. ഒരുപാട് ചിരിപ്പിച്ചായിരുന്നു. അടിപൊളി, എല്ലാം കോമഡി ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ? കൊള്ളായിരുന്നു. ക്ലൈമാക്സ് അമ്പലത്തിൽ ഒരു കല്യാണം കൂടാൻ പോയി ഒരു ഫീൽ ഉണ്ടോ കണ്ടിറങ്ങി? അങ്ങനെയുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് നല്ല ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഫുൾ കോമഡിയാണ്. ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടത്? ബേസിൽ ജോസഫ്, പൃഥ്വിരാജ്. കോമഡി ഒക്കെ വർക്കൗട്ട് ആയിരുന്നു. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം നമുക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം? നല്ല ഇഷ്ടപ്പെട്ടതില് പൃഥ്വിരാജും ബേസിലും നല്ല വർക്കൗട്ട് ആയിട്ട് അതെ നല്ല ഇതായിരുന്നു. നല്ല ഫൺ എന്റർടൈനർ. എല്ലാവരും നല്ലായിരുന്നു. നല്ല മൂവി. ലാസ്റ്റിലൊരു കെയോസും അതെല്ലാം ഉണ്ട്. അത് നല്ല ഫണ്ണായിരുന്നു. ക്ലൈമാക്സ് നല്ലായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ഒരു കല്യാണം കൂടിയ ഫീൽ ഉണ്ടോ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ? ഒരു സെറ്റും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അതെ രസമുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലം കണ്ട ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു. അതെ, സെറ്റ്
ആയിരുന്നുവെങ്കിലും ഇറ്റ് ഇസ് റിയലി ഗുഡ്. അമ്പലത്തിന്റെ ഒരു ഇതാണ് നല്ലതായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചിരിക്കാനുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, ചിരിക്കാനും ഉണ്ടായിരുന്നു, നല്ല ഇതായിരുന്നു. പൃഥ്വിരാജ് എങ്ങനെയുണ്ട് ഇതിലൊരു കഥാപാത്രം? നല്ല ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് തന്നെ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിരുന്നു. എല്ലാവരും നല്ലതായിട്ട് ചെയ്തു. ഇവന് അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് കാസ്റ്റ് ചെയ്ത് എല്ലാവരും നന്നായിട്ട് ചെയ്തു. പൃഥ്വിരാജ് സീരിയസ് ആയിട്ടൊരു റിയലായിട്ട് ഒരാളും ബേസിൽ ഭയങ്കര തമാശയില്ല. ഇവര് തമ്മിൽ ചേർന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പ്രതീക്ഷിക്കാത്തൊരു കോംബോ ആയി പോയി. നല്ലൊരു കോമ്പിനേഷൻ. അനശ്വരയും നിഖിലേക്ക് എങ്ങനെയുണ്ട് നായകന്മാർ? അനശ്വരയും നിഖിലയും രണ്ടുപേർക്കും എനിക്കിതിനകത്ത് അനശ്വരയെ കുറച്ചും കൂടെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവരുടെ കോമ്പിനേഷൻ പിന്നെ ഇവരുടെ ക്രൂ സൂപ്പറായിരുന്നു. പലരും പറഞ്ഞു പഴയൊരു പ്രിയദർശന്റെ അതെ നമ്മൾ പറഞ്ഞു നമ്മുടെ 2090s പടം കാണുന്ന ഒരു അതെ വെട്ടത്തിന്റെ അവസാന ക്ലൈമാക്സ് എല്ലാവരും കൂടെ ഒരു ഇത് എങ്ങനെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു കല്യാണം കൂടിയ ഒരു ഫീൽ തന്നെ ഉണ്ടോ? ശരിക്കും തീർച്ചയായിട്ടും നല്ല സിനിമയായിരുന്നു, നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ബേസിലാണോ പൃഥ്വിരാജ് ബേസിന് കൊള്ളാം, നന്നായിരുന്നു, നല്ല സിനിമയായിരുന്നു. സ്ഥിരം ചെയ്യുന്ന ഒരു മീൻസ് ഒരു കോമഡി കാര്യമായിട്ടുള്ള നല്ല ക്യാരക്ടറാണ്. ഈയിടയ്ക്ക് ഇറങ്ങിയാൽ അത്യാവശ്യം നല്ലൊരു ഫണ്ണി ഫിലിമായിട്ട് തോന്നും. ശരി, ഗുരുവായൂർ അമ്പലം നടയില് നന്നായിരുന്നു. ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ടതില്? ബേസിലായിരുന്നു രണ്ടുപേരും ഇഷ്ടപ്പെട്ടു. ഗുരുവായൂർ അമ്പലം നടയില് നല്ലായിരുന്നു. ആരെ ഒരുപാട് ചിരിപ്പിച്ചത്? ബേസിലായിരുന്നു പൃഥ്വിരാജായിരുന്നു? ബേസിലായിരുന്നു. എങ്ങനെയുണ്ട് ഗുരുവായൂർ അമ്പലം നടയില്? ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. ഫണ്ണായിട്ടല്ല, നമുക്ക് ജസ്റ്റ് കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നല്ല സിനിമയാണ്. എൻജോയ്മെന്റ്, അത് നമ്മൾ സ്ട്രെസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കണ്ടോണ്ടിരിക്കുക. ഗുരുവായൂർ ട്രിപ്പ് ഒരു കല്യാണത്തിന് പോയ ഒരു ഫീൽ ഉണ്ടോ? അതുണ്ട്. അവസാനം പൃഥ്വിരാജിനെ ഒന്ന് ഹൈപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പഴയ സിനിമ കണ്ട ഒരു ഓർമ്മയുണ്ട്. ഇതില് ബേസിലാണ് ഇഷ്ടപ്പെട്ട. എനിക്ക് ബേസിലാണ് ഇഷ്ടപ്പെട്ട. അനശ്വര നിഖിലേക്ക് എങ്ങനെയുണ്ട്? അനശ്വരനെ എനിക്ക് അത്ര താല്പര്യമില്ല. ഒരുപാട് ചിരിപ്പിച്ചതില് ചിരിപ്പിച്ചില്ല, ബേസിൽ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം നടയില്? കുഴപ്പമില്ല, കൊള്ളാം. ചിരിക്കാനുണ്ടായിരുന്നു ഒരുപാട്. അത്യാവശ്യം കുഴപ്പമില്ല. ആരെ ഒരുപാട് ചിരിപ്പിച്ചത്? ബേസിലാണോ പൃഥ്വിരാജാണോ? ബേസിലിന്റെ കോമഡിയൊക്കെ കൊള്ളാം. എങ്ങനെയുണ്ട് പൃഥ്വിരാജ്? എങ്ങനെയുണ്ട്? കൊള്ളാം. ബേസിലിനെയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം നടയില്? നല്ല മൂവിയായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചു അളിയന്മാര്. കുറച്ച് ഫാമിലി ആയിട്ടൊന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. അനശ്വര നിഖിലേക്ക് എങ്ങനെയുണ്ടായിരുന്നു? നിഖില നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതെങ്ങനെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയ ആ ഒരു ഫീൽ തന്നെ? കല്യാണം കൂടാനായിട്ട് പോയ ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലം കണ്ടോ? എങ്ങനെയുണ്ടായ ബേസ്? എങ്ങനെയുണ്ട് ചിരിപ്പിച്ചതൊക്കെ? കോമഡി കാര്യമൊക്കെ നല്ല രസമാണ്. എങ്ങനെയുണ്ടായിരുന്നു? പൃഥ്വിരാജ് നന്നായിട്ട്. ഇവിടെയോ? നല്ല മൂവിയാണ്. ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ടെ? പൃഥ്വിരാജ്. പുതിയൊരു മസിൽ പിടുത്തത്തിന്റെ ആണല്ലോ ഇതിലൊരു കഥ. ഇല്ല ഇത് നല്ല രസമുണ്ട്, നല്ല രസം. പണ്ടേ പൃഥ്വിരാജിന് അങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. ഗുരുവായൂർ അമ്പലം നടയിലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. ചിരിക്കാനുണ്ടായിരുന്നു? നല്ല ചിരിക്കാനുണ്ട്. ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ടു? ബേസിലായിരുന്നു പൃഥ്വിരാജിനായിരുന്നു? ബേസിലെ ബേസിലാണ്. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടോ? സിനിമ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടായിരുന്നു ഗുരുവായൂർ അമ്പലം നടയില്? നല്ല പടം. നല്ല പടം. ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതില്? അതിനകത്ത് രണ്ടുപേരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരിക്കലും നല്ലതായിട്ടുണ്ട്. അടിപൊളി പടം. ചിരിപ്പിച്ചായിരുന്നു ഒരുപാട്. ഫസ്റ്റ് ഹാഫ് അടിപൊളി, സെക്കൻഡ് ഹാഫ് ഓക്കെ, കുഴപ്പമില്ല. ഒരുപാട് ഇഷ്ടപ്പെട്ടാരെ? ബേസിലാണോ? രണ്ടുപേരും ഈക്വൽ. എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം നടയില്? കൊള്ളാം. അമ്പലം കണ്ട ആ ഒരു ഫീൽ തന്നെയായിരുന്നു. യഥാർത്ഥ അമ്പലം തന്നെ തൊഴുതായിരുന്നു. അപ്പൊ നല്ല സൂപ്പർ. ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ടെ? എല്ലാവരും കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം നടയില്? കൊള്ളാം, നല്ല സിനിമയായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഒരുപാട് ചിരിക്കാനൊക്കെ പറ്റിയായിരുന്നു. ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ടു മൂവിയിൽ? കൊള്ളാം, എല്ലാവരും നന്നായിട്ടുണ്ട്. ബേസിൽ പൃഥ്വിരാജ് ഇവരുടെ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? അളിയന്മാരുടെ വർക്കൗട്ട് നല്ല കോംബോ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ടെ? എല്ലാവരും കൊള്ളാം, നല്ല കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം നടയില്? ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ടെ? പൃഥ്വിരാജായിരുന്നു? ബേസിലായിരുന്നു? രണ്ടുപേരും അടിപൊളി, രണ്ടാളിയന്മാരും തകർത്ത്. എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം? അടിപൊളിയായിരുന്നു. യഥാർത്ഥ ഗുരുവായൂർ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ കല്യാണം കൂടിയത് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സിനിമ. ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ടതില്? ബേസിൽ അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോയ ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ സെക്കൻഡ് അവസാനം ഒന്ന് ലാഗി. എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ട് ഗുരുവായൂർ അമ്പലം? ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു? എല്ലാവരും പൊളിച്ചു. അടിപൊളി പടമേ. ഏതായാലും ഞാൻ വൈഫും കൂടെ വന്നത്. നല്ല പടമായിരുന്നു, സൂപ്പർ പടമായിരുന്നു. ആരെ ഒരുപാട് ചിരിപ്പിച്ചേ? പൃഥ്വിരാജായിരുന്നോ ബേസിലായിരുന്നു? ബേസിലായിരുന്നു. രണ്ടുപേരും ചിരിപ്പിച്ചു. നല്ല അടിപൊളി കഥാപാത്രമായിരുന്നു, ചിരിപ്പിച്ച കഥാപാത്രമായിരുന്നു. അനശ്വര നിഖിലേക്ക് എങ്ങനെയുണ്ട്? നല്ല അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം നടയില്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആരെ ഒരുപാട് ചിരിപ്പിച്ചേ? അങ്ങനെ പറയണേ, രണ്ടും പൊളിച്ചു. രണ്ടുപേരും അടിപൊളിയായിരുന്നു. തിരിച്ച് ഉപ്പാടായി. എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം നടയില്?
എങ്ങനെയുണ്ട് അളിയന്മാർ എങ്ങനെയുണ്ട് പൃഥ്വിരാജും ബേസിലും പൃഥ്വിരാജൻ ബേസിൽ കോംബോ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജ് ഭയങ്കര ഒരു മസിൽ പിടുത്തത്തിന്റെ ആളാണല്ലോ ഈ ക്യാരക്ടർ എങ്ങനെയുണ്ടായിരുന്നു? ഈ ഒരു മസിലിന്റെ അല്ല, ഒരു കോമഡി ഫൺ എന്റർടൈനർ ആയിരുന്നു. ഒരു വൺ ടൈം വാച്ച് ഒക്കെ ആണ്. എങ്ങനെയുണ്ട് ഗുരുവായൂർ അമ്പലം? നല്ല പടമാണ്. നല്ല പടം. ഇങ്ങനെ ചിരിക്കാനുണ്ടായിരുന്നു ഒരുപാട്. ചിരിക്കാറുണ്ടായിരുന്നു. ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ടു? പൃഥ്വിരാജാണോ ബേസിലായിരുന്നു? ബേസിലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം നടയിൽ? ഒരു ആവറേജ് മൂവി. ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഉണ്ടായിരുന്നു. ആവറേജ് മൂവി. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. നന്നായിട്ട് കോമഡി വർക്കൗട്ടായി. എനിക്കധികമായിട്ട് അങ്ങനെ തോന്നിയില്ല. കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ ഗുരുവായൂർ അമ്പലം നടയിൽ? നല്ല പടം. ചിരിക്കാനുണ്ടായിരുന്നു ഒരുപാട്. കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം നടയിൽ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവി. പൃഥ്വിരാജ് എങ്ങനെയുണ്ടായിരുന്നു? പൃഥ്വിരാജ് നൈസായിട്ടുണ്ടായിരുന്നു. കോമഡിയൊക്കെ വർക്കൗട്ട് ആയിരുന്നു. പൃഥ്വിരാജ് വളരെ നൈസായിട്ട്. ഇതിന്റെ ആളല്ലേ ഇതിൽ? അതെ, പക്ഷെ ഇതിൽ നന്നായിട്ട് ചെയ്തു. നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്തു. സൂപ്പർ. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? നല്ല മൂവിയായിരുന്നു. ഇവിടെയാ നല്ല മൂവിയാണ്.